ഇനി നമ്മൾ നോക്കുന്നത് പേജ് നമ്പർ 54-ലെ ഫിഗർ ഇറ്റ് ഔട്ട് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. സപ്പോസ് യു ആർ യൂസിങ് ദ നമ്പർ സിസ്റ്റം ദാറ്റ് യൂസസ് സ്റ്റിക്സ് ടു റെപ്രസെൻറ്റ് നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റിക്സ് യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നതെന്ന് സങ്കല്പിക്കുക. ആസിൻ മെത്തേഡ് 1 നമ്മൾ മെത്തേഡ് 1-ൽ കണ്ടതുപോലെ വിത്തൗട്ട് യൂസിങ് ഐദർ ദ നമ്പർ നെയിംസ് ഓർ ദി ന്യൂമറൽസ് ഓഫ് ദി ഹിന്ദു നമ്പർ സിസ്റ്റം. അതായത് നമ്മൾ ഹിന്ദു നമ്പർ സിസ്റ്റത്തിൽ നമ്പർ നെയിംസോ ന്യൂമറൽസോ ഒന്നും യൂസ് ചെയ്യാതെ ഗിവ് എ മെത്തേഡ് ഫോർ ആഡിങ് സബ്ട്രാക്റ്റിംഗ് മൾട്ടിപ്ലൈയിങ് ആൻഡ് ഡിവൈഡിങ് ടു നമ്പേഴ്സ് ഓർ ടു കളക്ഷൻ ഓഫ് സ്റ്റിക്സ്. രണ്ട് നമ്പേഴ്സിനെയോ രണ്ട് കളക്ഷൻ ഓഫ് സ്റ്റിക്സിനെയോ ആഡ് ചെയ്യാനും സബ്ട്രാക്റ്റ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവിഷൻ ചെയ്യാനുമുള്ള മെത്തേഡ് നൽകാൻ വേണ്ടിയാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഹിന്ദു നമ്പർ സിസ്റ്റത്തിലെ നമ്പർ നെയിംസോ ന്യൂമറൽസോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അല്ലാതെ നമ്മൾ ഇതെല്ലാം ചെയ്യാനുള്ള ഒരു മെത്തേഡ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആൻസേഴ്സ് എടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. അഡീഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ടേക്ക് 2 ഗ്രൂപ്പ്സ് ഓഫ് സ്റ്റിക്സ്. 2 ഗ്രൂപ്പ്സ് സ്റ്റിക്സ് നമ്മൾ എടുക്കുന്നു. അപ്പോൾ 2 ഗ്രൂപ്പ്സിലുള്ള സ്റ്റിക്സിനെ എടുത്തിട്ട് പുട്ട് ബോത്ത് ഗ്രൂപ്പ്സ് ടുഗദർ ഇൻ എ സിംഗിൾ പൈൽ. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ നമ്മൾ ഒരു ഗ്രൂപ്പിൽ 2 ഗ്രൂപ്പിനെയും കൂടെ ഒന്നായിട്ട് നമ്മൾ ചേർക്കുന്നു. ദ റിസൾട്ടിങ് പൈൽസ് ഷോ ദ ടോട്ടൽ ക്വാണ്ടിറ്റി. അപ്പം ഇത് രണ്ടും കൂടെ മൊത്തം ചേർത്ത് വെച്ചിട്ട് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2 ഗ്രൂപ്പിലും കൂടെ ഉള്ള സ്റ്റിക്സിൻ്റെ നമ്പർ നമുക്ക് കിട്ടും. അപ്പോൾ അഡീഷൻ നമുക്ക് അങ്ങനെ ചെയ്യാം. 2 ഗ്രൂപ്പിലെ സ്റ്റിക്സുകളെ എടുക്കുന്നു, എന്നിട്ട് അത് രണ്ടും കൂടെ ചേർത്ത് ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കുന്നു. അപ്പോൾ നമുക്ക് ടോട്ടൽ ക്വാണ്ടിറ്റി കിട്ടും. അപ്പോൾ അഡീഷൻ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇനി സബ്ട്രാക്ഷൻ എങ്ങനെയാണ്? സ്റ്റാർട്ട്സ് വിത്ത് ദ ഗ്രൂപ്പ് ഹാവിങ് മോർ സ്റ്റിക്സ്. അപ്പോൾ കുറേ സ്റ്റിക്സുകളുള്ള ഒരു ഗ്രൂപ്പുമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. റിമൂവ് ഫ്രം ഇറ്റ് ദ നമ്പർ ഓഫ് സ്റ്റിക്സ് ഇൻ ദ സ്മോളർ ഗ്രൂപ്പ് ബൈ ഫിസിക്കലി ടേക്കിംഗ് ദാറ്റ് മെനി സ്റ്റിക്സ് എവേ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കുറേ സ്റ്റിക്സ് നമ്മൾ എടുത്തു മാറ്റുന്നു. ദ റിമൈനിങ് സ്റ്റിക്സ് ഇൻ ദ പൈൽ ഷോ ദി ഡിഫറൻസ്. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ളതിനെ നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ എടുത്തു മാറ്റിയ അത്രയും സ്റ്റിക്സ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിൻ്റെ കൗണ്ട് നമുക്ക് കിട്ടും. സബ്ട്രാക്ഷൻ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മൾ ഇപ്പോൾ ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടി അങ്ങ് സർക്കിൾ വരയ്ക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് നമ്മൾ ഇതിനകത്ത് എടുക്കുന്നു. ഇതിൽ നിന്ന് ഞാൻ ഇത്രയും എണ്ണം അങ്ങ് എടുത്തു മാറ്റുന്നു. ഓക്കെ, ഇത്രയും എണ്ണം എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിനെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈനിങ് സ്റ്റിക്സ് എത്രയാണ് എന്നുള്ളത് കിട്ടും. ഇങ്ങനെ നമുക്ക് ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ. ടേക്ക് 1 ഗ്രൂപ്പ് ഓഫ് സ്റ്റിക്സ് സേ റെപ്രസെൻറ്റിങ് 1 സെറ്റ്. അപ്പോൾ നമ്മൾ 1 ഗ്രൂപ്പ് ഓഫ് സ്റ്റിക്സ് എടുക്കുന്നു. റിപ്പീറ്റ് ദിസ് ഗ്രൂപ്പ് ദ നമ്പർ ഓഫ് ടൈംസ് ആസ് ഇൻഡിക്കേറ്റഡ് ബൈ ദി സെക്കൻഡ് ഗ്രൂപ്പ്. അപ്പോൾ ഞാനിവിടെ 3 എണ്ണമുള്ള ഒരു ഗ്രൂപ്പ് എടുക്കുന്നു. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, റിപ്പീറ്റ് ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്തു, ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്തു. ഇങ്ങനെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ഈ ഗ്രൂപ്പ്സിനെ എടുക്കാനായിട്ട് സാധിക്കും. പുട്ട് ഓൾ റിപ്പീറ്റഡ് ഗ്രൂപ്പ്സ് ടുഗദർ ഇൻ 1 പൈൽ. ദ ഫൈനൽ കളക്ഷൻ ഷോസ് ദി പ്രൊഡക്റ്റ്. എന്നിട്ട് ഈ ഗ്രൂപ്പ്സിനെ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു പൈലിലാക്കി കഴിഞ്ഞാൽ നമ്മൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ 3 എണ്ണമുള്ള ഒരു ഗ്രൂപ്പാണ് എടുത്തത് അല്ലേ. അപ്പോൾ 3 + 3 + 3 + 3 ഇതെല്ലാം കൂടെ ഒരുമിച്ചാക്കി കഴിഞ്ഞാൽ നമുക്ക് 12 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന പ്രൊഡക്റ്റ് 12 ആണ്. അതായത് 3യെ നമ്മൾ 4 ടൈംസ് എടുത്തു. അപ്പം നമുക്ക് 12 എന്ന് കിട്ടും. ഇങ്ങനെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് ഡിവിഷൻ ചെയ്യുന്നത്. സ്റ്റാർട്ട് വിത്ത് എ പൈൽ ഓഫ് സ്റ്റിക്സ്. അപ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റിക്സുമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഡിസ്ട്രിബ്യൂട്ട് ദ സ്റ്റിക്സ് 1 by 1 ഇൻറ്റു ഈക്വൽ സൈസ്ഡ് ഗ്രൂപ്പ്. അതായത് നമ്മൾ ഈക്വൽ ഷെയറിംഗ് ആണ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമ്മൾ ആദ്യം എടുത്ത ഈ ഗ്രൂപ്പ് ഓഫ് സ്റ്റിക്സിൽ നിന്ന് നമ്മൾ സ്റ്റിക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. എങ്ങനെയുള്ളതാണ്? ഈക്വൽ സൈസ്ഡ് ഗ്രൂപ്പാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാ ഈ ഒരു ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പിൽ കുറേ സ്റ്റിക്സ് ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക കേട്ടോ. സ്റ്റിക്സ് വരയ്ക്കാനുള്ള താമസം കൊണ്ടാണ് ഞാനിങ്ങനെ സർക്കിൾ എടുക്കുന്നത്. ഈ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ ഈക്വൽ സൈസ്ഡ് ഗ്രൂപ്പ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതായത് 2വിൻ്റെ ഒരു ഗ്രൂപ്പ് മാറ്റി, അടുത്ത 2വിൻ്റെ ഒരു ഗ്രൂപ്പ് മാറ്റി, അടുത്ത 2വിൻ്റെ ഒരു ഗ്രൂപ്പ് മാറ്റി, അടുത്ത 2വിൻ്റെ ഒരു ഗ്രൂപ്പ് മാറ്റി, ഇങ്ങനെ നമ്മൾ മാറ്റുന്നു. ദ നമ്പർ ഓഫ് സ്റ്റിക്സ് ഇൻ ഈച്ച് ഗ്രൂപ്പ് ഈസ് ദ കോഷ്യൻറ്റ്.
അപ്പോൾ നമുക്ക് കിട്ടിയ എന്താ പറയുന്നത്, ഈ ഗ്രൂപ്പിലെ നമ്പർ ഓഫ് സ്റ്റിക്സ് എന്താണ്, കോഷ്യൻ്റ് ആണ്. ഇപ്പോൾ ഞാനിവിടെ 2 എണ്ണം വീതമുള്ള 4 എണ്ണം ഞാൻ മാറ്റി. ഓക്കെ, ഇതെന്താണ്, ഇത് കോഷ്യൻ്റ് ആണ്. ആൻഡ് എനി ലെഫ്റ്റ് ഓവർ സ്റ്റിക്സ് ആർ ദി റിമൈൻഡേഴ്സ്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ 2 എണ്ണം വീതമുള്ള 4 എണ്ണം മാറ്റി. പിന്നെ ബാക്കി വരുന്നത് എന്താണ്, റിമൈൻഡർ ആണ്. ഇങ്ങനെ നമുക്ക് ഡിവിഷൻ ചെയ്യാം. ഡിവിഷൻ അപ്പോൾ നമ്മൾ ഒരു വലിയ ഗ്രൂപ്പ് എടുക്കുന്നു, അതിൽ നിന്ന് ഈക്വൽ സൈസ്ഡ് ഗ്രൂപ്പിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് മാറ്റുന്നു. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് മാറ്റിയതെല്ലാം കൂടെ കൗണ്ട് ചെയ്താൽ അത് അതിൻ്റെ കോഷ്യൻ്റ് ആയിരിക്കും. പിന്നെ നമ്മുടെ ആദ്യത്തെ ഗ്രൂപ്പിൽ അവശേഷിക്കുന്നത് എന്തായിരിക്കും, റിമൈൻഡർ ആയിരിക്കും. അങ്ങനെ നമുക്കിതിനെ എന്ത് ചെയ്യാം, ഡിവിഷനെ നമുക്ക് സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സ്റ്റിക്സ് വരച്ച് സമയം കളയാതിരിക്കാനാണ് ഞാൻ സർക്കിൾ വെച്ച് നിങ്ങളെ ചെയ്ത് കാണിച്ചത് കേട്ടോ. ഇനി അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. വൺ വേ ഓഫ് എക്സ്റ്റെൻഡിങ് ദ നമ്പർ സിസ്റ്റം ഇൻ മെത്തേഡ് 2 ഈസ് ബൈ യൂസിങ് സ്ട്രിങ്സ് വിത്ത് മോർ ദാൻ 1 ലെറ്റർ. അപ്പോൾ മെത്തേഡ് 2-ൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്, എന്താണ്, നമ്പേഴ്സിനെ നമ്മൾ ആൽഫബറ്റിൻ്റെ സൗണ്ട്സ് വെച്ചിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതായിരുന്നു അല്ലേ. ഫോർ എക്സാമ്പിൾ, വി കുഡ് യൂസ് എ ഫോർ 27. 27 വേണ്ടി നമ്മൾ 2 എകൾ യൂസ് ചെയ്യുന്നു. ഹൗ ക്യാൻ യു എക്സ്റ്റെൻഡ് ദിസ് സിസ്റ്റം ടു റെപ്രസെൻറ്റ് ഓൾ ദി നമ്പേഴ്സ്? ദർ ആർ മെനി വേ ഓഫ് ഡൂയിങ് ഇറ്റ്. അപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് എങ്ങനെ എല്ലാ നമ്പേഴ്സിനെയും റെപ്രസെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സിംഗിൾ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, എയ്ക്ക് 1 എന്ന് എഴുതാം, ബിക്ക് 2 എന്ന് എഴുതാം, സിക്ക് 3 എന്ന് എഴുതാം, ഡിക്ക് 4 എന്ന് എഴുതാം. അങ്ങനെ ഇസഡ് വരുമ്പോൾ 26 വരെ നമുക്ക് എഴുതാം. ഇനി ഡബിൾ ലെറ്റർ കോമ്പിനേഷൻ ആണെങ്കിൽ, ഡബിൾ ലെറ്റർ ആണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. എ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, 27. അങ്ങനെയാണെങ്കിൽ 28 എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, എ ബി ഈസ് 28, എ സി ഈസ് 29, എ ഡി ഈസ് 30. ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്ത് പോകാം. ഇങ്ങനെ നമുക്ക് എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു പോർഷൻ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള പോർഷനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.